ഹായ് ഗൈസ്, അപ്പം ഇന്ന് നമുക്കൊരു ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി വ്ളോഗ് അല്ലെങ്കിൽ ഒരു റുട്ടീൻ പോലെ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വീഡിയോ ആയാലോ. അപ്പോൾ ഞാൻ നേരെ ക്ലാസ് വിട്ട് വന്നിട്ട് ആദ്യം ആ കോട്ട് അങ്ങോട്ട് മാറ്റി എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ലൈക്ക് നമ്മുടെ സ്കൂളിൽ ലഞ്ച് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് ലഞ്ച് കഴിക്കൽ. അങ്ങനെ അമ്മ പതിവില്ലാതെ വാഴയിലൊക്കെ നേരത്തെ ചോറ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളൊന്നും ഫുഡ് കഴിച്ചു. പിന്നെ നേരെ തലയിൽ എണ്ണ തേക്കാനാണ് പോയത് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ തലയിൽ എണ്ണ തേച്ച് അരമണിക്കൂറെങ്കിലും ഇരിക്കണം, അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. പിന്നെ പനി ഒന്നാമത് ശരിക്കും വിട്ടുമാറാത്തതുകൊണ്ട് കറക്റ്റ് അരമണിക്കൂറിൽ കൂടാൻ പാടില്ല. ചുമയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ടും അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. പിന്നെ ആ ഒരു അരമണിക്കൂർ ഗ്യാപ്പുള്ള സമയത്ത് നമ്മൾ കുറച്ച് നേരം യൂട്യൂബിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റ് സമയമായപ്പോൾ നമ്മൾ പോയി കുളിച്ചു. ജലദോഷം ഇപ്പോഴും ഉള്ളതുകൊണ്ട് അങ്ങനെ കുളിക്കണ്ട എന്നാണ് വിചാരിച്ചത്. പിന്നെ പനിയായിട്ട് ഇപ്പോഴാണ് ശരിക്കും തല നനയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ കുളിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ, അങ്ങനെ കുളിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഐസ് എടുത്ത് ഫേസിൽ തേക്കാൻ പോവാണ്. ഇത് ആക്ച്വലി ഐസ് റോളറാണ് യൂസ് ചെയ്യൽ. അപ്പം എൻ്റെ വീട്ടിൽ നമ്മൾ കുറച്ച് മാസം മുന്നേ ഐസ് റോളർ മേടിച്ചായിരുന്നു. അപ്പോൾ മേടിച്ച കാലത്ത് ആദ്യമൊക്കെ ഞാൻ ഡെയിലി ഇത് യൂസ് ചെയ്യായിരുന്നു. പിന്നെ ഇപ്പം ആ സാധനം കാണാനില്ല. വീട്ടിലാണെങ്കിൽ നോക്കിയിട്ട് ശരിക്കും കാണുന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. ലൈക്ക് ഒരു ബൗളിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് വെച്ചിട്ട് അതിൽ ഒരു സ്പൂൺ ഇട്ടിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സെറ്റ് ആവുമല്ലോ. ഞാൻ ഇങ്ങനെ ഐസ് റോളർ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു റീൽ കണ്ടത്. പിന്നെ ടെക്നോളജിയാ, അല്ലാണ്ട് എന്താ പറയുക. അങ്ങനെ അത് ഞാൻ തലേ ദിവസം രാത്രി എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പം മുഖത്തെടുത്ത് ഉരയ്ക്കുകയാണ് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു. സമയം 6 മണി വൈകുന്നേരം. തലയിൽ കണ്ടത് പൗഡറാണ്. പനി ശരിക്കും മാറാത്തതുകൊണ്ട് നനഞ്ഞ മുടിയിൽ പൗഡർ ഇട്ട് വന്നിട്ടുണ്ട് നെറുകയിൽ. അമ്മ ഓക്കെ. അപ്പുറത്തെ വീട്ടിലെ പട്ടി കുരയ്ക്കുന്നു. ഇവിടെ ഉണ്ട് ഒരാൾ, കിടന്ന് ഉറങ്ങുകയാണിപ്പോൾ. അങ്ങനെ നമ്മൾ വൈകുന്നേരം നീട്ടി വെച്ചൊരു 6 മണിയാകുമ്പോൾ പഠിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഠിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും ഏത് ലെസണാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ഏത് പോർഷനാണോ പഠിക്കുന്നത് അത് എത്ര പേജ് ഉണ്ടെന്ന് ഇങ്ങനെ മറിച്ച് നോക്കും. അപ്പോൾ കുറവ് പേജാണെങ്കിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് വരും പഠിക്കാൻ. കുറേ പേജ് ഉണ്ടെങ്കിൽ മൂഡ് ആകെ പോവും. പിന്നെ ആകെ ഇങ്ങനെ മടി പിടിച്ച് ഇഴഞ്ഞായിരിക്കും പഠിക്കുക. അപ്പം പഠിക്കാൻ തുടങ്ങുമ്പോഴേക്കുമാണ് അമ്മ ഈ കട്ടൻ ചായ കൊണ്ട് തന്നത്. പിന്നെ അമ്മ മുന്നേ വന്നിരിക്കുകയും ചെയ്തു. പിന്നെ അമ്മേനോട് എന്തൊക്കെയോ സംസാരിച്ച് സമയം കളഞ്ഞു, അത്ര തന്നെ. പിന്നെ അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ സംസാരിച്ച് കഴിഞ്ഞെങ്കിൽ ഒന്ന് എണീറ്റ് മാറുക, ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ പഠിത്തം അധികം നീണ്ടു എന്നതുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഫോൺ നോണ്ടിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന കട്ടൻ ചായ തീരുന്ന വരെയുള്ള പഠിത്തം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്തായാലും നന്നായിട്ട് പഠിക്കണം, ഈ ലെസൺ ഒന്ന് സെറ്റാക്കണം, അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. ഫിസിക്സിൻ്റെ ഫസ്റ്റ് ലെസണാണ് എടുത്തത്. എൻ്റെ ക്ലാസ് തലേ ദിവസം കണ്ടിട്ട് നോട്ട്സ് എഴുതിയെടുത്തായിരുന്നു. ജസ്റ്റ് ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് എഴുതിയെടുത്തത്. അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും കണ്ടിട്ടില്ല. ജസ്റ്റ് ഒരു 1 hour ക്ലാസ് കണ്ടു, നോട്ട്സ് എഴുതി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം നേരമൊന്നും പഠിച്ചില്ല. ഇതായിരുന്നു അവസ്ഥ കുറച്ച് കഴിഞ്ഞപ്പോൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാതിരുന്നപ്പോഴേക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെയും പഠിക്കാതിരുന്നത്. ആ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. പിന്നെ ബുക്ക് തുറന്നു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആകെ ഒരു പേജ് പഠിച്ചു. പിന്നെ ഇതുപോലെ ടാബിലും ഫോണിലും മാറി നോക്കിക്കൊണ്ടിരുന്നു. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. സമയമാണെങ്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. 7:30 ആവാനായിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം പോയി കെമിസ്ട്രിയുടെ പ്രൊജക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും, ഞാൻ ഇപ്പം ഏകദേശം 1 മാസമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ തീർന്നില്ലേന്ന് ഒരാളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാമിന് ഇത് ചെയ്തിട്ട് ഓൾറെഡി ഒരു പ്രാവശ്യം സെൻഡ് ചെയ്തതാണ്. അപ്പോൾ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ച് റെഡിയാക്കി ചെയ്യാൻ പറഞ്ഞ് അയച്ചു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അത് റെഡിയാക്കിയിട്ട് അയച്ചു കൊടുത്തപ്പോൾ പിന്നെയും മിസ്റ്റേക്ക് ഉണ്ട് പറഞ്ഞു. ഈ 2ാമത്തെ പ്രാവശ്യം മിസ്റ്റേക്ക് ഉണ്ട് പറഞ്ഞത് ആദ്യത്തെ പ്രാവശ്യം അയച്ചതിലുള്ള സെയിം സാധനമാണ്. അപ്പം ഞാൻ വിചാരിച്ചു, മാമിന് എന്നാൽ പിന്നെ എല്ലാം കൂടെ ആദ്യമേ അങ്ങ് പറഞ്ഞുവിടായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ 3ാമതും ഇങ്ങനെ അയക്കേണ്ടി വരില്ലല്ലോ. പിന്നെയും കുഴപ്പമില്ല, നമ്മളും ടീച്ചേഴ്സിനെ കുറേ ബുദ്ധിമുട്ടിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും വലിയ കുഴപ്പമില്ല, കാര്യമല്ല എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അതിനൊരു തീരുമാനമാക്കി മാമിനെ അയച്ചു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ മാത്സ് റെക്കോർഡാണ് എടുത്തത്. മാത്സ് റെക്കോർഡ് ആക്ടിവിറ്റി നമ്പർ 2 എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സാപ്പിൽ PDF അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എഴുതി തീർക്കാമെന്ന് വിചാരിച്ചു. കാരണം മാം ഇങ്ങനെ PDF അയക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം വന്ന് സബ്മിറ്റ് ചെയ്യാൻ അങ്ങോട്ട് പറയും. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ ആയിരിക്കുന്ന കേൾക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോഴേ കംപ്ലീറ്റ് ചെയ്ത് വെക്കുന്നതാണ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഫിസിക്സ് റെക്കോർഡ് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്, എന്നാലും കുറച്ച് വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കെമിസ്ട്രി അതുപോലെ തന്നെ ഒരുപാട് ഇനിയും ചെയ്ത് തീർക്കാണ്ട്. അങ്ങനെ അറ്റ്ലീസ്റ്റ് മാത്സ് റെക്കോർഡെങ്കിലും തീർന്ന സന്തോഷത്തിൽ ഞാൻ തടച്ചു വെച്ചിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആക്ച്വലി എനിക്കിന്ന് പഠിക്കണമെന്നായിരുന്നു എഴുതുന്നതിന് പകരം എൻ്റെ പ്ലാൻ. പിന്നെ അത് നൈസായിട്ട് മാറ്റി. ആക്ച്വലി എനിക്ക് നല്ല കൈവേദന എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ആക്ടിവിറ്റി മാത്രമല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ അതിരുന്ന് എഴുതിയത്. പിന്നെ നമുക്ക് ചോറ്, മീൻ വറുത്തത്, തോരന്, അതുപോലെ പപ്പടം എല്ലാം കൂടെ കൂട്ടി നമ്മൾ കഴിച്ചതിന് ശേഷം, സാധാരണ ഡിന്നർ കഴിച്ചാണ് ഞാൻ വീഡിയോ എൻഡ് ചെയ്യൽ. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് നേരത്തെയല്ല ഡിന്നർ കഴിച്ചത്, സാധാരണ ടൈമിൽ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കെമിസ്ട്രിയുടെ റെക്കോർഡ് എഴുതാനുണ്ടായിരുന്നു. 3 സോൾട്ടാണ് എഴുതാനുള്ളത്. അപ്പം ഞാൻ ഒന്നുപോലും എഴുതിയിട്ടില്ല. അപ്പം ആദ്യം മുതൽ എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വിചാരം വരാനുള്ള കാരണം അടുത്ത ക്ലാസ്സിൽ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാണ്ട് ലാബിൽ കയറ്റില്ല എന്നാണ് മാമിൻ്റെ അത് റൂള് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ എഴുതിയല്ലേ പറ്റുള്ളൂ. അപ്പം ആദ്യത്തെ ഒരു സോൾട്ട് എഴുതുന്നതുകൊണ്ട് തന്നെ അത് ആദ്യം നോക്കി എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു സോൾട്ട് നോക്കി എഴുതി മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത സോൾട്ട് പിന്നെ കാണാതെ എഴുതി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിൻ്റെ ഒരു അനാലിസിസ് കാര്യങ്ങളൊക്കെ പഠിക്കണമല്ലോ. കാറ്റോണിൻ്റെയും ആനിയോണിൻ്റെയും തന്നെ കുറേ ടെസ്റ്റുകളൊക്കെ ഇല്ലേ, പ്രിലിമിനറി ടെസ്റ്റിൽ തന്നെ ഫ്ലെയിം ടെസ്റ്റ്, ആഷ് ടെസ്റ്റ്, അതൊക്കെ പഠിക്കണം. അതൊക്കെ റെഡിയാക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ എന്തെങ്കിലും കഴിക്കണമല്ലോ, എന്നാലും നമുക്ക് ഇതാവത്തുള്ളൂ. അവിടെ ഇരുന്ന ബണ്ണും പാലും പഴവും എല്ലാം ചെയ്യാൻ എന്തൊക്കെയൊരു റെസിപ്പി ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കി അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് എന്തെങ്കിലും മധുരം ഇങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ലേറ്റായിപ്പോയി, കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങാനുള്ള പ്ലാനിലാണ്. കെമിസ്ട്രി ആകെ ഒരു സോൾട്ട് എഴുതിയിട്ടുള്ളൂ, ബാക്കി പിന്നെ ഇതാ വിചാരിച്ചു. അപ്പോൾ ശരി എന്നാൽ.